നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർക്കുള്ള കറൻറ്റ് ഫീലിങ്സും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുമാണ് കേട്ടോ. ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പേഴ്സണിന് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങളുടെ ജീവിതം ഏത് രീതിയിലാണ് ചേഞ്ച് ആവേണ്ടത്, നിങ്ങളുടെ ബന്ധങ്ങളിൽ എത്രത്തോളം സന്തോഷവും ദൃഢതയും ശക്തിയും ഉണ്ടാവണം, എന്താണ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാനായിട്ട്. അഫർമേഷൻസ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി വെക്കുക. അത് ഏറ്റവും പവർഫുള്ളായിട്ട് ലഭിക്കുന്നതാണ് അഫർമേഷൻസിലൂടെ മാനിഫെസ്റ്റേഷൻ. നമ്മളത് എഴുതുന്ന അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് കൂടുതൽ ശക്തമായിട്ട് കണക്റ്റഡ് ആവുകയും നമ്മളുടെ മൈൻഡ് നമ്മളിപ്പോൾ ആ ഒരു അവസ്ഥയിലാണെന്ന് വ്യക്തമായി ചിന്തിക്കുകയും അത് നമ്മളിലേക്ക് ശക്തമായിട്ട് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് അഫർമേഷൻസ് എഴുതണം. ഏത് കാര്യത്തിന് അഫർമേഷൻസ് എഴുതുക, നിറഞ്ഞ മനസ്സോടുകൂടി അഫർമേഷൻസ് എഴുതുക. ശക്തമാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്താനൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും നിങ്ങളും തമ്മിലുള്ള എനർജിയിലൊരു വല്ലാത്ത ശക്തമാവുന്നൊരു ബോണ്ടുണ്ട് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ഹെൽത്തി റിലേഷനാണ്, പ്രഷ്യസ് ആണ്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും, നിങ്ങൾ കറൻറ്റ്ലി കണക്റ്റഡ് ആണെങ്കിലും, നിങ്ങളുടെ ബന്ധത്തിന് വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തെ മറ്റുള്ളവരിലേക്ക് ലീക്കാക്കാതെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാവാം. നിങ്ങളോടുള്ള ഒരു ഇഷ്ടം, അതിൻ്റെ ആഴം, ഇതെല്ലാം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ അവർ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല വളരെ സെൽഫ് ഡിസിപ്ലിനോട് കൂടി, വളരെയധികം റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും നിങ്ങളുടെ പേഴ്സണാലിറ്റീനെയും നിങ്ങളുടെ ബന്ധത്തെയും ഈ ഒരു പേഴ്സൺ കാണുന്നതെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള, കൂടുതൽ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. എത്ര വലിയ നിരാശയും ദുഃഖവും ഉണ്ടായാലും ആ സാഹചര്യത്തിൽ നിന്നും എല്ലാം അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഒരു പക്ഷേ ഒരു സമയത്ത് എപ്പോഴേക്കോ മുൻ സമയങ്ങളിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് പോസിറ്റീവായൊരു ബന്ധമാണോ അതോ നെഗറ്റീവാണോ, ഇതിൽ നിന്നും വരും വരായികകളെക്കുറിച്ചൊക്കെ അവർ വല്ലാതെ ഓവറായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുമുണ്ടാവാം. ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ഒരു വെല്ലുവിളി പോലെ തോന്നുന്നതായിട്ടൊക്കെ ഉള്ള കാര്യവും, ഇതൊന്ന് ഒരു കോൺഫിഡൻസ് കുറവ്, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയും, അതുപോലെ തന്നെ ഇത് ഫ്യൂച്ചറിലേക്ക് അവർക്കൊന്നും തന്നെ ഇതിൽ ചെയ്യാൻ പറ്റാതെ പോകുമെന്നോ അല്ലെങ്കിൽ ഇതും കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുമുണ്ട്. അത് നിങ്ങളോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്.
കുറച്ച് ഈഗോയിസ്റ്റിക്കായ സെൽഫിഷ് മൈൻഡൊക്കെ ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചിലരുടെ എനർജിയിൽ നോക്കുമ്പം ഈ ഒരു വ്യക്തി മാത്രം, ഒരു പുത്രസ്ഥാനത്താണെങ്കിലും എല്ലാം ഈ ഒരു പേഴ്സൺ മാത്രമുള്ള ഒരു എനർജി കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ ശക്തമാകുന്ന ആ വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെന്ന്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല എല്ലാ സിറ്റുവേഷൻസിലും മുന്നിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് ശക്തമായ പരിഹാരം കാണാനും ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറുള്ള പേഴ്സൺ കൂടിയാണ്. അതുപോലെ ആ വ്യക്തിയുടെ കൂട്ടുകെട്ടായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, ആ വ്യക്തി നിലനിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അവിടെയെല്ലാം ഏറ്റവും മുൻനിരയിൽ നിന്ന് വരും വരായികളെ നോക്കാതെ എത്ര വലിയ പ്രതിസന്ധികളെ മുൻനിരയിൽ നിന്നും നേരിടുന്ന ഒരു ശക്തമാകുന്ന ഒരു വിൽ പവർ ഉള്ളൊരു പേഴ്സൺ കൂടിയായിട്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജിയെ കാണാൻ സാധിക്കുന്നത്. അത് ഫെമിനിയൻ ആയാലും മസ്കുലൻ ആയാലും വളരെ പവർഫുള്ളായ, വാക്കുകൾക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദൃഢനിശ്ചയമുള്ള ഒരു പവറുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി ബേസ് ചെയ്ത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആണ് കേട്ടോ. അവരൊരു മുജ്ജന്മ ബന്ധം ഫീൽ ചെയ്യിക്കുന്ന ഒരു അട്രാക്ഷൻ നിങ്ങളോട് അവർക്കുണ്ട്. അവരുടെ മനസ്സിനകത്ത് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ശക്തമാകുന്ന ബോണ്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളോടുള്ള അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ നിങ്ങളുടെ ഇന്നലകളെക്കുറിച്ചൊക്കെ ശരിക്കും അവർ ഒരുപാട് ശക്തമായിട്ട് ചിന്തിക്കുകയും അതിൽ അവർ ഏറ്റവും കൂടുതൽ പോസിറ്റീവാണ്. കാരണം ഒരു വൈരാഗ്യമോ നിരാശയോ ഒന്നുമല്ല അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിലൊരു ഹാപ്പി മൊമെൻറ്റ്സാണ് കാണാൻ സാധിക്കുന്നത്. അവർ ആ ഒരു നിമിഷത്തെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷത്തെ, സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിലും എല്ലാം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളിലാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്തത്. അതുപോലെ നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിൽ അവർക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒരിക്കലും മറന്നു കളയുക, വിട്ട് കളയാൻ പറ്റാത്ത വിധമുള്ള ആഴത്തിലുള്ള ഒരു എനർജി ഉണ്ടെന്നുകൂടി അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ചിന്തകളിൽ അവരെപ്പോഴും കണക്റ്റഡ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ എപ്പോഴും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് വല്ലാത്തൊരു ഇമോഷണൽ അട്രാക്ഷനാണ്, ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളോട് അവർക്കുള്ളതെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു സെൽഫ് ഡിസിപ്ലിൻ, കൺട്രോളിങ്, കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ്, ഒരു വെയിറ്റിംഗ് എനർജി, അതായത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാതെ സ്ലോവിലി വളരെയധികം ചിന്തിച്ച് മാത്രം കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയൊക്കെയാണ്. ഒരു ഹെൽത്തി മൈൻഡാണ് ഈ ഒരു വ്യക്തിയുടെ. ഏത് സാഹചര്യത്തിനെയും ഒരു ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടി, എത്ര വലിയ സ്ട്രഗിൾ സിറ്റുവേഷൻസിനെ ആണെങ്കിലും ഒരു പുഞ്ചിരിയോട് കൂടി നേരിടാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ്. ഉള്ളിൽ എത്ര വേദനിച്ചാലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവർ നിരാശയിലാണ്, അല്ലെങ്കിൽ ഇവർ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഇവരിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട് എന്നൊന്നുമുള്ളത് പുറമേ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുറമേയുള്ള അവരുടെ ആ ഒരു ഫിസിക്കൽ എനർജിയെ ബേസ് ചെയ്ത് ഒരിക്കലും അവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. വളരെയധികം ചിന്തിച്ച് വളരെയധികം ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സണാണ്. ഒരു നോളജുള്ള, ഒരു ഇൻറ്റ്യൂഷൻ പവറുള്ള, നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, അറിവുള്ള ഒരു പേഴ്സണാലിറ്റിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജിയിലേക്ക് അവരെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇമോഷണലി എപ്പോഴും നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് ചുറ്റുമുള്ള മറ്റേത് സിറ്റുവേഷൻസിനെ വെച്ച് നോക്കിയാലും അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ആകർഷണീയത, ഇതെല്ലാം അവർക്കൊരു വെറൈറ്റിയാണ്, മറ്റൊരു സാഹചര്യം പോലെയാണ്. അതായത് എല്ലാവരെയും കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളെപ്പോഴും ഒരു സ്പെഷ്യൽ എനർജിയാണ് അവരുടെ ഉള്ളിൽ. നിങ്ങളുടെ ക്യാരക്ടർ ആവാം, നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യമാവാം, ഒരു പരിഗണനയുടെ ആവാം. എന്തായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് എപ്പോഴും എക്സ്ട്രാ ഒരു സ്പെഷ്യലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു പക്ഷേ ഇവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അവരോട് എന്തെങ്കിലും ഹൈഡ് ചെയ്തതിനെ ചൊല്ലിയായിരിക്കാം നിങ്ങൾക്കിടയിലൊരു സ്ട്രോങ് ആകുന്ന തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ കണക്റ്റഡ് ആയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ വഷളാക്കി എന്നുള്ളൊരു ചിന്ത പോലും അവരിൽ കണക്റ്റഡ് ആണ് കേട്ടോ. എന്താണെങ്കിലും അവർ ഭയപ്പെടുന്നുണ്ട്. കാർമിക് സിറ്റുവേഷൻസിൻ്റെ എനർജി ഇതിനകത്തുണ്ട്.
ഫ്യൂച്ചറിലേക്ക് അവർക്ക് എന്തൊക്കെയോ ഒരു ഭയം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ട്. അല്ലാതെ ഒരു ടെൻഷൻ അവർ അനുഭവിക്കുന്നുണ്ട്, ആൻസൈറ്റി ഉണ്ട്. അപ്പം ഈ നിങ്ങളുടെ ബന്ധത്തിനെ വളരെ പോസിറ്റീവായിട്ട് കാണുമ്പോഴും അവർക്ക് മുന്നോട്ടേക്ക് ഒരു റിലേഷനിൽ ഒരു ഭയമുണ്ട്. ശക്തമാകുന്ന എന്തൊക്കെയോ ഒന്നിലധികം സാഹചര്യങ്ങളുണ്ട്. തടസ്സമുള്ള ബന്ധമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന് നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ശക്തമാകുന്നൊരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റാരുടേക്കോ ഒരു പ്രസൻസ് ഇതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ അവരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം തോന്നിപ്പിക്കുന്ന 1-2 വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അവർ വെയിറ്റിംഗ് ആണ്. ബൗണ്ടറി ഇട്ടിട്ടാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എനർജി ആയിട്ട്, മനസ്സിന് സംതൃപ്തിയുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങളെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷനിടയിൽ ഒന്നിലധികം വ്യക്തികളുടെയോ ഒരിക്കലും അവർക്ക് എന്താ പറയുക തള്ളിക്കളയാൻ പറ്റാതെ, തള്ളിപ്പറയാൻ പറ്റാത്ത വിധമുള്ള ചില വ്യക്തികളുടെയോ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തടസ്സമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ശരിക്കും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലെ പ്രതിസന്ധി അവസാനിച്ച് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു മദർ എനർജി ആവാം, അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ആവാം. ഇവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിഡോ എനർജിയുടെ പ്രസൻസ് ആവാം. അതല്ലെങ്കിൽ ശക്തമാകുന്ന ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റിങ് ആയിട്ട്, അതായത് മറ്റു സിറ്റുവേഷൻസുകളെ ഭയമില്ലാതെ ഒരു പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് ആവാം. നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന ബ്ലോക്കേജ് അല്ലെങ്കിൽ ശക്തമാകുന്ന ഒരു ബൗണ്ടറി തീർപ്പിച്ച് നിർത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ലേഡിയുടെ പ്രസൻസ് തന്നെയാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്. അതൊരു വിധി പോലെ, നിങ്ങൾക്കിടയിലെ ഒരു തടസ്സം എന്ന ഒരു വിധി പോലെയാണ് ആ ഒരു എനർജി വന്ന് നിൽക്കുന്നത്. അവിടെ അവർക്കൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ലേഡീനെ കണക്ട് ചെയ്ത് നിൽക്കുമ്പം ആ വ്യക്തിയിലേക്ക്, ആ ഒരു ലേഡി പ്രസൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു തടസ്സം, ആ ഒരു പ്രോബ്ലംസ് ഒന്ന് അവസാനിച്ച് കിട്ടാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് എനർജി അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു വിവാഹം പോലുള്ള ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ഒരുമിച്ചുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് പോകണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഈ ഒരു വ്യക്തിയിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശരിക്കും സ്ട്രോങ് ആയിട്ട് പരിശ്രമിച്ച ഒരു സമയവും കാണുന്നുണ്ട്. പക്ഷെ അത് ശക്തമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചത്. എത്രത്തോളം ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷനിലേക്ക് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചോ, അതിൻ്റെ അത്രയും ശക്തമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഈ ഒരു റിലേഷനിൽ സംഭവിച്ചത്. ആ ഒരു വ്യക്തി പ്രതീക്ഷിച്ചതുപോലൊന്നും ഈ ഒരു റിലേഷനിൽ സക്സസ് വരുത്താൻ അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാതെയാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഇനിയും പ്രതീക്ഷയുണ്ട് കേട്ടോ. ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുകയില്ല. ഈ ഒരു റിലേഷനിൽ ആ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിച്ചത് അവിടം വരെ ഈ ഒരു ബന്ധം പോകും. അതായത് ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ വ്യക്തിയിലുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ആ ഒരു ലേഡി പ്രസൻസ് മദർ എനർജി ആണെങ്കിൽ അവിടെ നിന്നും ഒരു നീതി ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. ആ ഒരു ലേഡി പ്രസൻസിൻ്റെ തടസ്സം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന ബൗണ്ടറി ആണെങ്കിലും ഒരു ചെറിയ ബ്ലോക്കേജ് ആണെങ്കിലും ഒക്കെ ഉള്ളത്. ആ സിറ്റുവേഷൻസ് ഒന്ന് മറികടക്കാൻ സാധിച്ചാൽ, ആ സാഹചര്യം ഒന്ന് നിങ്ങൾക്കൊപ്പം വഴങ്ങി തരികയോ അല്ലെങ്കിൽ ആ സാഹചര്യം ഒന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്താൽ തീർച്ചയായിട്ടും സക്സസ് തന്നെയാണെന്നുള്ളതും ഈ ഒരു വ്യക്തിക്ക് അറിയാം. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പാഷൻ, ഒരു ആഗ്രഹ സാഫല്യമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസും നിങ്ങളോടൊപ്പം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലും അവരുടെ ഒരു ആഗ്രഹ സാഫല്യമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നമുക്ക് പറയാനും പറ്റുന്നത്
ഇതൊരു ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടത് തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു ജന്മം എക്സ്പീരിയൻസ് ചെയ്യാൻ അർഹതയുള്ളതാണ് എന്നുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ മാനസികപരമാകുന്ന പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരൊരു ജഡ്ജ്മെൻറ്റിങ് പോലെയാണ്, ഒരു ജസ്റ്റിസ് എനർജി പോലെയാണ് കാണുന്നത്. അതൊരു വിധിയായിട്ടും കർമ്മയായിട്ടും അവർ ആ ഒരു എനർജീനെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നല്ലതിനായിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളും തടസ്സങ്ങളും എന്നുമൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ബേസ് ചെയ്ത്. ഇപ്പോഴത്തെ ഈ ഒരു പ്രോബ്ലംസ് നാളത്തേക്കുള്ള ഒരു നന്മയുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണമായിരിക്കും എന്നൊക്കെ അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ സ്റ്റാർ എനർജിയാണ് കാണുന്നത്. ന്യൂ ബിഗിനിങ് തന്നെയാണ് കേട്ടോ. വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ന്യൂ ബിഗിനിങ് എനർജി ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രതിസന്ധികൾക്ക് എല്ലാം തരണം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു അവസരം അവർക്ക് ഉണ്ടാകും. ലൈഫിലത് കണക്റ്റഡായി വരുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ദ 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ അവരുടെ ഒരു സോൾ കണക്ഷൻസ് ആണ്, പൂർവ്വജന്മ ബന്ധമാണ് എന്നതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അവർക്ക് ശരിക്കും നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ അവർ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരൊരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും അവർ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ആകെ വന്നിരിക്കുന്നത് ആ ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജികൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ പൂർണ്ണമായിട്ടും നിങ്ങളിലാണ്. ശരിക്കും അവർ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി, ഉറക്കമില്ലാത്ത രാത്രികളാണ് അവരുടേതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒരു കമ്മ്യൂണിക്കേഷന്, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് നിങ്ങളുമായിട്ട് സാധിക്കാത്തതിലും മുൻ സമയങ്ങളിൽ നിങ്ങൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതും എല്ലാം അവർ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ മാനസിക വിഷമം ഒരു രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതെ, നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുണ്ട്. ഇതിനകത്ത് ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്യേണ്ടി വന്ന, ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ എനർജി ഉണ്ട്. അവരത് വല്ലാതെ ദുഃഖത്തോടു കൂടിയാണ് കേട്ടോ. ഒരു വല്ലാതൊരു കർമ്മ പോലെ, ഒരു നിരാശ പോലെ, ഇനി എങ്ങനെ ആക്ഷൻ എടുക്കും, ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു ചിന്ത പോലെ അവർ നിലനിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അവരുടെ തെറ്റ്, അവർ ചെയ്ത ആ ഒരു പാവം ഓർത്ത് അവർ വല്ലാതെ പശ്ചാത്തപിക്കുകയും അതുപോലെ തന്നെ മാനസികമായിട്ട് വിഷമിക്കുകയും അവർ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ അവരുടെ മൈൻഡ് ഇങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്യുകയാണ്. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും സമാധാനപരമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ ഓരോ കാര്യങ്ങളും, അവർ ഉത്തരവാദിത്തത്തോടു കൂടി നിലനിൽക്കേണ്ടിയിരുന്ന കാര്യമെല്ലാം മറന്ന് അവർ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും ഓർത്ത് അവർ നിരാശപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അവർ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യും. അവരുടെ ജീവിതത്തിൽ അവർ മറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്യില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ സറണ്ടർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് അവർ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ബന്ധത്തെ കൺഫ്യൂസ്ഡ് എനർജിയോടുകൂടി വേണോ വേണ്ടയോ എന്നുള്ള അതായത് നമ്മൾ അടുത്തുള്ളപ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ അടുത്തുണ്ടായിരുന്നപ്പം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നപ്പം നിങ്ങളുടെ വാല്യൂ അവർ അറിഞ്ഞിരുന്നില്ല. സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധികൾക്കെതിരെയും പ്രവർത്തിക്കാൻ തയ്യാറാണ്. അവരൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലാണ്. അവർ ശരിക്കും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അവർ മറഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നെഗറ്റീവ് പ്രസൻസിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തെ ഓപ്പോസിറ്റായിട്ട്, അതായത് സ്നേഹത്തെ സ്നേഹമായിട്ട് കാണാതെ അതൊരു ഭാരമായിട്ടാക്കി തീർത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു.
ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പം കുറേശ്ശെ ചേഞ്ചിങ് വരുന്നു, തിരിച്ചറിവ് വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ സമയത്തിൻ്റെ മാറ്റമാവാം, പ്രാർത്ഥനയുടെ ഫലമാവാം. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലാണെങ്കിലും കാര്യങ്ങൾ മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കണെ അതിജീവിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ആക്ഷൻ എടുക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു റിലേഷനിൽ ശക്തമായിട്ട് നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ഒരു വിൽ പവർ എനർജിയും അവരുടെ ഉള്ളിലുണ്ട്. ശരിക്കും ഇതിനകത്ത് ഫാമിലി വളരെ ശക്തമായിട്ട് തടസ്സമായിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലിയുടെ തടസ്സം അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി മാറ്റുകയാണെങ്കിൽ ഇതിനകത്ത് സിംഗിൾ എനർജിയിലുള്ളവർക്ക് ശരിക്കും വിവാഹ യോഗത്തിനുള്ള എനർജി കാണുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതിനകത്ത് നമുക്ക് ശക്തമായിട്ട് ഏത് എനർജിയിലേക്ക് നോക്കുമ്പോഴും ഫാമിലിപരമാകുന്ന ചില തടസ്സങ്ങളാണ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഫാമിലിയാണ് ഇതിനകത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കൂടുതൽ കാണുന്നത്. അവരിൽ നിന്ന് ഒരു സഹകരണ മനോഭാവം വന്നാൽ, പോസിറ്റിവിറ്റി വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് ഏറ്റവും ദൃഢതയോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം അവർക്ക് നിങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഏറ്റവും ശക്തമാകുന്ന വാല്യുബിളായ ഒരു എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയൂ കേട്ടോ.